സാധനം കണ്ടല്ലോ. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതാണ് ട്ടോ. ഞാൻ ഇപ്പൊ ഇവിടെ വരച്ചുള്ള പൂച്ച സാറിനാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനിമൽസിനെ വരക്കാട്ടോ. ഇപ്പൊ ഞാൻ ഇവിടെ വരച്ച പൂച്ചനാണ്. അപ്പൊ ഇതാ അതിനെ കളറൊക്കെ കൊടുത്ത് ഔട്ട്ലൈനും കാര്യങ്ങളൊക്കെ ഇട്ട് ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം നമ്മളെ പ്രോസസ്സ് തുടങ്ങുന്ന ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്. കുട്ടികൾക്ക് ഇതൊക്കെ ഭയങ്കര കൗതുകമായിക്കാരം ട്ടോ. അപ്പൊ ഇതൊക്കെ നമ്പേഴ്സൊക്കെ നമുക്ക് പഠിപ്പിക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ കളികളിലൂടെ ഒക്കെ പഠിപ്പിക്കാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാട്ടോ ഇത്. അപ്പൊ ഞാനത് വരക്കാൻ യൂസ് ചെയ്തിട്ടുള്ളത് A4 ഷീറ്റ് ആട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കട്ടിയുള്ള പേപ്പറൊക്കെ യൂസ് ചെയ്യാം. കാരണം ഇത് സ്റ്റഡിക്ക് നിൽക്കണം എന്നുണ്ടെങ്കിലൊക്കെ അങ്ങനെ യൂസ് ചെയ്യാം. ചാർട്ട് പേപ്പറോ അല്ലെങ്കിൽ ഡ്രോയിങ് ഷീറ്റ് ഒക്കെ എടുക്കാവുന്നതാണ്. അപ്പൊ ഇതാ ഇത് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ഔട്ട്ലൈൻ വെച്ച് കട്ട് ചെയ്തെടുക്കണം. ശേഷം ഒരു ചാർട്ട് പേപ്പർ എടുക്കണം കേട്ടോ. 4 ഭാഗമാണ് ഞാൻ ഇവിടെ ആക്കിയിട്ടുള്ളത്. പക്ഷെ 5 ഭാഗം നമുക്ക് വേണ്ടത്. 1.5 കൂടാതെ നമുക്കൊരു 4 ഭാഗം കൂടി വേണം. 8 സെന്റിമീറ്റർ, 11 സെന്റിമീറ്റർ, 8 സെന്റിമീറ്റർ, 11 സെന്റിമീറ്റർ അങ്ങനെയാണ് കേട്ടോ വേണ്ടത്. പക്ഷെ ഞാൻ ഇവിടെ എന്തോ ഒരു ഇതില് ലാസ്റ്റ് പാർട്ട് കട്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വേറൊരു പേപ്പർ വെച്ച് ചെയ്തേക്കാണ് ചെയ്ത്. നിങ്ങൾ എടുക്കുമ്പോൾ എന്തായാലും കംപ്ലീറ്റ് എടുക്കുക. അപ്പൊ ഇതാ നമ്മൾ ഫസ്റ്റ് വരുന്ന 11 സെന്റിമീറ്ററിന്റെ അവിടെയാണ് ഇത് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. ഇത് കാണുന്ന പോലെ ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അതിന്റെ ഭാഗത്തും വയറിന്റെ ആ ഭാഗത്തും നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാണ്ട്. അപ്പൊ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ കുറച്ച് വീതിയിൽ കട്ട് ചെയ്യുക കേട്ടോ. എന്റെ അളവ് കറക്റ്റ് അല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ എക്സ്ട്രാ കട്ട് കൂട്ടിയിടേണ്ടി വന്നു. അത് കുറച്ച് മെനക്കേടുള്ള പണിയാണ്. അതാണ് ആദ്യമേ ഞാൻ പറഞ്ഞത് കുറച്ച് കൂട്ടിയിട്ട് കൊടുക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം കേട്ടോ നമ്മളിത് ജോയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആ 1.5 ജോയിൻ ചെയ്യാനുള്ള ഒരു ഭാഗമാണ്. അപ്പൊ അതിന്മേലാണ് നമ്മൾ ഗം ചെയ്ത് കാണ്ട് ഇത് സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ പാർട്ട് വേറെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിന്മേൽ വേറെ പേപ്പർ വെച്ച് കാണ്ടാണ് സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ മറ്റേതും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതും ഫോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ മിസ്റ്റേക്ക് പറ്റാതെ നോക്കട്ടെ, ഉണ്ടാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ചെറിയ പിള്ളേർ കുറച്ചേരം ഒന്ന് അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഓക്കെയാണ്. 3 മിനിറ്റിനുള്ളിൽ ഒക്കെ കൂടെ സ്പീഡാക്കി കാണിക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പൊ ഞാൻ സെക്കൻഡ് പാർട്ട് ആക്കിയിട്ട് അതിന്റെ ബാക്കി. ഓക്കെ ബൈ.